കാർഗിലിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഇന്ത്യ സൈന്യം നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ട വീര്യത്തിന് ഇന്നേക്ക് 26 വർഷം. പഹൽഗാം ആക്രമണത്തിലെ സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര സർക്കാർ കടുത്ത വിമർശനങ്ങൾ നേരിടുമ്പോഴാണ് ഇത്തവണ രാജ്യം കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിനുമേൽ ഇന്ത്യൻ സേന നടത്തിയ ആധികാരിക വിജയം 1999 മെയ് 3 ഒരാട്ടിടയൻ ബൈനോക്കുലറിലൂടെ കണ്ട ദൃശ്യങ്ങൾ മാസങ്ങൾ നീണ്ട സൈനിക നടപടികൾക്ക് വഴിവെച്ചു. കാർഗിൽ ഉൾപ്പെട്ട ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കാനായിരുന്നു പാക് സൈനിക മേധാവി പർവേഷ് മുഷറഫ് നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകിയ നിർദ്ദേശം. തണുപ്പുകാലത്ത് നുഴഞ്ഞുകയറ്റം ഉണ്ടാകില്ലെന്ന മുൻധാരണയിൽ പെട്രോളിംഗിലും വീഴ്ചയുണ്ടായതോടെ കാർഗിൽ മലനിരകളിൽ ശത്രുക്കൾ താവളമുറപ്പിച്ചു. 2 മാസം നീണ്ട ചെറുത്തുനിൽപ്പിനും പോരാട്ടത്തിനുമൊടുവിൽ ജൂലൈ 26 ഇന്ത്യൻ സൈന്യം കാർഗിൽ മലനിരയുടെ ഒത്തനടുക്ക് വിജയക്കൊടി പാറിച്ചു. രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം വരിച്ചത് 527 സൈനികർ. കാർഗിൽ വിജയ ദിവസത്തിന്റെ 26ാം വർഷത്തിലും അതിർത്തി മേഖലകൾ ശാന്തമല്ലെന്ന് മാത്രമല്ല, സുരക്ഷാ വീഴ്ചയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനായിട്ടില്ല. പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയിൽ നഷ്ടപ്പെട്ട 26 സാധാരണക്കാരുടെ ജീവന് മറുപടി പറയാൻ പ്രധാനമന്ത്രിയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ തയ്യാറല്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി രാജ്യത്തോട് വിശദീകരിച്ച കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ BJP മന്ത്രിക്കെതിരെ ചെറുവിരലനക്കാൻ കേന്ദ്ര സർക്കാരിനാകാത്തതും BJPയുടെ കപട രാജ്യസ്നേഹം തുറന്നുകാട്ടി. രാജ്യത്തിന്റെ സൈനികർക്ക് നേരെയും BJP നേതാക്കൾ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുമ്പോൾ മൗനം തുടരുന്ന കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയത്തിനെതിരായ ചോദ്യമാണ് ഈ കാർഗിൽ ദിനത്തിലും കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.